ഈ സൗണ്ട്സ്കേപ്പ് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ വളരെ സൂത്തിങ് ആയിട്ടുള്ള ബിജിയാണ് അരവിന്ദന്റെ അതെ, അത് മാത്രമാണ് ഞാൻ യൂസ് അതാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അത് പൊതുവൂറും ചെയ്യുന്നതാണല്ലേ? ആ മ്യൂസിക് ആദ്യത്തെ വീഡിയോ ഇല്ലേ, അതിൽ ഞാൻ അറിയാതെ ഇട്ടതാണ്. പിന്നെ എനിക്ക് വേറൊരു മ്യൂസിക്കിനെ പറ്റി ചിന്തിക്കാൻ പറ്റുന്നില്ല. ഇതല്ലാണ്ട് ഇടയ്ക്ക് ഒരെണ്ണം ചെയ്തു, അതിന് എന്നെ ഒരുപാട് പറഞ്ഞു. എന്തിനാണ്, നല്ല സാധനമല്ലായിരുന്നു, എന്തിനാണ് നിങ്ങൾ പുതിയൊരു സാധനം ട്രൈ ചെയ്ത് നോക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ പറഞ്ഞപ്പോൾ ഞാൻ കരുതി ഓക്കെ ഇത് മതി, ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലെങ്കിൽ. ആരും ഇതുവരെ മോശം പറഞ്ഞിട്ടില്ല. മോശം പറയാൻ അത്രയ്ക്കും നല്ല പാട്ടാണത്. അത്രയും നല്ലൊരു OST ആണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ, പാട്ടല്ല. രാസാത്തിയുടെ OST എടുത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ പിന്നെ ഞാനത് മാറ്റാനൊന്നും നിന്നില്ല. ആർക്കും ബുദ്ധിമുട്ടില്ലെങ്കിൽ പിന്നെ നമ്മളായിട്ട് പുതിയ സാധനങ്ങളൊന്നും ട്രൈ ചെയ്യണ്ടല്ലോ. എല്ലാവർക്കും ഒരു സാധനം മതി, അപ്പോൾ പിന്നെ അത് തന്നെ മതി. പിന്നെ എൻ്റെ വോയിസ് ആയിട്ട് അത് മാച്ച് ആവുന്നുണ്ട്. ഇതെല്ലാം അറിയേണ്ടതെന്ന് വീണതാണ് വിഷ്ണു. ഇപ്പോഴും ഞാൻ പറയുന്നത്, ആദ്യത്തെ വീഡിയോയിൽ ഞാൻ അറിയാതെ എടുത്തിട്ട് ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കാണ്. അങ്ങനെയൊന്നും വിളിയൊന്നും വന്നിട്ടില്ല. ഈ പറഞ്ഞ ഇപ്പം ഞാൻ ഇപ്പോൾ സംസാരിക്കുന്ന പോലെ അല്ലല്ലോ അതിൽ. ഞാൻ വളരെ സോഫ്റ്റായിട്ട് വളരെ കാമായിട്ട് സംസാരിക്കുന്നത്. ഇപ്പം നമ്മൾ എനർജി ആയിട്ട് നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എനർജി ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കും പോലെ അല്ലല്ലോ. വന്നിട്ടില്ല. താഴെ കമൻസ് വരാറുണ്ട് കേട്ടോ, ചേട്ടൻ പണ്ട് RJ ആയിരുന്നോ എന്നാണ് എല്ലാവർക്കും ഡൗട്ട്. RJ അല്ലേ, ഞാൻ ഒരു പരിപാടി ഇല്ലായിരുന്നു, ഇങ്ങനെ ഒരു പരിപാടി ഇല്ലായിരുന്നു. RJ ആയിരുന്നോ? പിന്നെ വേറൊരു സാധനം ഏറ്റവും കൂടുതൽ വരുന്ന സജഷൻ എന്താ അറിയാം, കുറച്ച് ബുക്സ് എടുത്തിട്ട് ഇത് ഞാനിരുന്ന് വായിക്കാൻ, കുറച്ച് വിഷ്വൽസ് ഒക്കെ ഇട്ടിട്ട്. എല്ലാവരും പറയുന്ന വിഷ്വൽസും വേണ്ട ചേട്ടൻ, ഒരു സ്പോട്ടിഫൈയിലും ബാക്കിയുള്ളതിലും വരുന്ന പോലെ ചേട്ടൻ ഓഡിയോ ബുക്ക്, അത് തന്നെ കറക്റ്റ്. ഇപ്പോൾ കുക്ക് എഫമോ അങ്ങനെ എന്തോ, അതുപോലെ ചേട്ടൻ കുറച്ച് ബുക്ക് എടുക്കുക, ചേട്ടൻ ഇതങ്ങ് വായിക്കുക. ചേട്ടൻ ഈ പറഞ്ഞ പോലെ വിഷ്വൽസ് ഒന്നും കാണിക്കുന്ന ബ്ലാക്ക് സ്ക്രീൻ ഇട്ടിട്ട്. ഞാൻ ആലോചിച്ചപ്പോൾ നല്ല രസമുള്ള പരിപാടിയാണ്. ഞാനിങ്ങനെ ആലോചിക്കുന്നുണ്ട് ഈ പറഞ്ഞ പോലെ എങ്ങനെ വരുമെന്നറിയില്ല. ഞാൻ ആലോചിച്ചു, ഇഷ്ടപ്പെട്ട ഒരു 3-4 ബുക്ക് എടുത്തിട്ടെ. പിന്നെ ഏറ്റവും വലിയ പ്രശ്നം ഞാൻ ബുക്ക് വായിക്കത്തില്ല, അതാണ്. വായന തീരെയില്ല. പണ്ട് തൊട്ടേ അങ്ങനെ എങ്ങനെയോ വന്നാണ് എനിക്കറിയില്ല. ഞാൻ വായനയില്ല. ചിഹ്നമാണ് വായിക്കുന്നത്. വീട്ടിൽ ഒരുപാട് ബുക്കുണ്ട്, ഒരു 10, 150, 200ഓളം ബുക്കുകളുണ്ട്. ഞാൻ തൊടത്തേയില്ല, ഞാൻ തൊട്ട് നോക്കാറ് പോലുമില്ല. ആകെപ്പാടെ ഒരൊറ്റ ബുക്ക് മാത്രമേ വായിച്ചിട്ടുള്ളൂ. ഏതാണെന്നറിയാം, ഇട്ടിക്കോര. എൻ്റെ ഒരു ഇഷ്ടപ്പെട്ട ജോണറിലുള്ളൊരു സാധനം ഇട്ടിക്കോര മാത്രം ഞാൻ എൻ്റെ ഓർമ്മയിൽ ഞാൻ വായിച്ചിട്ടുള്ള ഏക ബുക്ക് ഇട്ടിക്കോരയാണ്. അപ്പൊ എവിടുന്ന് ഇത്രയും ഇപ്പൊ ഒരു അമ്പലം കണ്ടു, ഇപ്പൊ എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നിയിട്ടുള്ളൊരു റീലായിരുന്നു. അതായത് ഇവിടത്തെ ആരംഭസ്ഥാനം അല്ലെങ്കിൽ മൂലസ്ഥാനം ഇരിക്കുന്നത് കാസർഗോഡ്. എനിക്ക് അത് അറിയില്ലായിരുന്നു. അത് ഭയങ്കര ഇൻഫോർമേറ്റീവ് കൂടെയായിരുന്നു. പക്ഷെ എല്ലാ അമ്പലങ്ങളെ പറ്റി പറയുമ്പോഴും അതിന്റെ ഐതിഹ്യങ്ങളെ പറ്റി പറയുമ്പോഴും വളരെ പെർട്ടിക്കുലറാ, കൃത്യമായിട്ടാണ് അത് പറയുന്നത്. അതൊക്കെ ഇപ്പൊ എവിടുന്ന കേട്ട് ശീലിച്ചായിരിക്കും വിഷ്ണു. എനിക്കൊന്ന് ഒരുപാട് വീഡിയോകളും സിനിമകളും ഒക്കെ കണ്ട് കേട്ട് ശീലിച്ചതാകാനേ സാധ്യതയുള്ളൂ, അല്ല ഒരിക്കലും വായിച്ച്. മലയാളത്തിൽ നല്ലതായിരുന്നു കുഞ്ഞിലെ മുതലേ. മലയാളം എളുപ്പമായിരുന്നു എനിക്ക്. മലയാളം വായിക്കാനും, ക്ലാസ്സിലാണെങ്കിലും മലയാളം സെക്കൻഡ് ലാംഗ്വേജ് എല്ലാം മലയാളമായിരുന്നു. ഹിന്ദിയിലോട്ടൊന്നും പോയിട്ടില്ല. അപ്പം എനിക്കൊന്ന് കേട്ട് വന്നത് തന്നെയാണ്, വേറൊന്നുമില്ല. പിന്നെ ഒരു കാര്യം കളിക്കണം, തിരുവനന്തപുരമാണ്, അമ്മ പാറശാലയാണ്. അപ്പോൾ ഇതുമായിട്ടൊരു ബന്ധമില്ല. ഞങ്ങൾ സംസാരിക്കുന്ന മലയാളം ഒരു ഡാൻസിങ് മലയാളമാണ്. പാറശാലയാണ് എൻ്റെ അമ്മയുടെ തനി എൻ്റെ ഉത്ഭവം എന്ന് പറയുന്നത് പാറശാല തന്നെയാണ്. ഐര എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഐരയല്ല, മാറാടി എന്ന് പറഞ്ഞ പ്രോപ്പർ പാറശാലയാണ്. അപ്പോൾ അവിടെ നിന്നും വരാൻ സാധ്യതയില്ല. കാരണം ഞങ്ങൾ ഡാൻസ് കളിക്കുമ്പോഴാണ് നമ്മൾ മലയാളം സംസാരിക്കുന്നത്. ഇങ്ങനെ ഓളത്തിലാണ് ഞങ്ങൾ മലയാളം സംസാരിക്കുന്നത്. അപ്പോൾ പിന്നെ എനിക്ക് തോന്നുന്നു കേട്ട് വന്നതായിരിക്കാം. പക്ക സ്ലാങ് അല്ലേ? എന്ത് അങ്ങനെ അതില് ഞാൻ അമ്മ എങ്ങനെയാണ് സംസാരിക്കുന്നത്? ഇപ്പൊ വിഷ്ണു, നീ എവിടെ പോയിട്ടാ വരുന്നതെന്ന് പ്രോപ്പർ സ്ലാങ് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വരുമോന്ന് എനിക്ക് അറിയത്തില്ല. ഇല്ലടോ, അങ്ങനെ തന്നെ. വിഷ്ണു, നീ എവിടെ പോയിട്ട് പറഞ്ഞേ, അങ്ങനെ തന്നെ ആയിരിക്കും. പക്ഷെ അമ്മയും ഞാനുമായിട്ട് സംസാരിക്കുന്നത് കണ്ടു കഴിഞ്ഞാണ്ടല്ലോ, ഞാൻ ചിന്നോട് പറയും, ചിന്നു ഇതിൻ്റെ ഒരു വീഡിയോ എടുത്ത് നീ ഇട്ട് കഴിഞ്ഞാൽ തീരാമെന്നുള്ളതേ ഉള്ളൂ ഈ പ്രശ്നങ്ങളൊക്കെ. എല്ലാവർക്കും എൻ്റെ തനി സ്വഭാവം മനസ്സിലാവും. ഞാനും അമ്മയും സംസാരിക്കുന്നത് ഞങ്ങൾ പക്കാ തിരുവനന്തപുരം സ്ലാങ്ങിലാണ്. അങ്ങനെ ഓട്ടോമാറ്റിക്കലി അങ്ങ് വന്നോളൂ. അമ്മയെ കണ്ടു കഴിഞ്ഞാൽ ഫോൺ വിളിച്ചല്ലോ, അതെ അമ്മ എന്തിനമ്മ കിടന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നത്, എന്തിനാണ് നിങ്ങളെ പ്രശ്നം, ഇങ്ങനെ സംസാരിക്കത്തുള്ളൂ ഞങ്ങൾ. അപ്പോൾ ഉടനെ അമ്മ അവിടെ നിന്ന് പറയും, നീ എന്തിനാ എപ്പം നോക്കിയാലും വിളിച്ചാൽ ഫോൺ എടുക്കത്തില്ല, എന്താടാ നീ അവിടെ ചെയ്യണം, ഇത് തന്നെയാണ്. സോ അത് ഓട്ടോമാറ്റിക്കലി അങ്ങ് വരുന്നത്. എവിടുന്ന് ഈ പാചകരത്നം ഞാൻ ഹോട്ടൽ മാനേജ്മെന്റ് പഠിച്ചേ അല്ല ആണ്, പക്ഷെ ഇത്രയും എന്തൊരു പ്രിസൈസാ ഇപ്പൊ ഓരോ കാര്യം കട്ട് ചെയ്യുന്നതിലായാലും ശരി, അതിനകത്ത് ഭയങ്കര ഒരു പാഷൻ ഉണ്ടായിരുന്നു. ഞാൻ പറയുന്നത് ഹോട്ടൽ മാനേജ്മെന്റ് മുമ്പേ ഈ പാചകം ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഏരിയ. പിന്നെ ഞങ്ങൾ ഫ്രണ്ട്സിന്റെ എല്ലാ പാർട്ടീസിലും ഞാൻ തന്നെ കുക്ക് ചെയ്യുന്നത്. ഞങ്ങൾ ബിരിയാണി പാർട്ടി ഒരു ദിവസം എന്തായാലും ഞാൻ ഈ പറഞ്ഞ പോലെ ഉറപ്പായിട്ട് ഞാൻ ഒരു ദിവസം ബിരിയാണി വയ്ക്കുമ്പോൾ വിളിക്കാം. ഞങ്ങൾ സ്ഥിരം ബിരിയാണി വയ്ക്കലാണ് പരിപാടി. അവിടെ ഞങ്ങൾ കുറച്ചാൾ മുന്നേ വരെ എല്ലാ മാസവും ഒരു ബിരിയാണി പാർട്ടി ഉണ്ടാവാറുണ്ട് വീട്ടിൽ. ബിരിയാണി, മട്ടൻ ബിരിയാണി, ചിക്കൻ ബിരിയാണി, എല്ലാ പരിപാടികളുണ്ട്. എല്ലാ സകലമാന പരിപാടികളുണ്ട്. ഇത് പണ്ട് തൊട്ടേ ഇഷ്ടമുള്ള പരിപാടി. ചിന്നുവിനെ ഞാൻ കുക്ക് ചെയ്യാൻ സമ്മതിക്കത്തില്ല, അറിയത്തില്ല. ഫസ്റ്റ് ഓഫ് ഓൾ അത് വേറെ കാര്യം. സമ്മതിക്കാറില്ല, ഞാൻ തന്നെയാണ് കുക്ക് ചെയ്യാറുള്ളത്. ഞാനത് എനിക്ക് രസമായിട്ട് തോന്നിയത് ഈ അട കട്ട് ചെയ്യുന്ന
കാരണം പാലട നമ്മൾ പലപ്പോഴും പാലട മിക്സ് വാങ്ങിച്ചിട്ട് ആളുകൾ ചെയ്യുന്നതാണല്ലോ കണ്ടത്. ഈ അട കട്ട് ചെയ്തുകൊണ്ട് ചെയ്യുന്നത് അപ്പോഴേ ശരിക്കും ഇത് ഇത്രയും ഇൻട്രസ്റ്റ് ഉള്ള ഒരു ഏരിയ ആയിരുന്നോ എന്നുള്ളത്. പണ്ട് തൊട്ടുള്ളതാ. ചിന്നുവിനെ ഞാൻ വളച്ചതിൽ ഒരു കാരണം ഫുഡ് തന്നെയാണ്. ഞാൻ ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുത്ത് അങ്ങനെയൊക്കെ തന്നെയാണ് വളച്ചത് ചിന്നുവിനെ. ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. ഞാൻ ഇന്ന് രാവിലെ ഒരു സാധനമൊക്കെ ഇങ്ങനെ ആലോചിച്ച് വെച്ചിരിക്കുകയായിരുന്നു, ഉണ്ടാക്കി നോക്കാം. ഓക്കെ, കട്ട്ലറ്റ് പിന്നെ നമ്മുടെ ഷെഫ് പിള്ളയുടെ റെസിപ്പിയാണ്. പിന്നെ അത് പിന്നെ വളരെ എളുപ്പമാണ്. ഷെഫ് പിള്ളയുടെ റെസിപ്പി ഉണ്ട്. പിന്നെ അത് ശ്വേത ചേച്ചിക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നുണ്ടായിരുന്നു. അത് വർക്കായി. ഈ ഫുഡിനെ പറ്റി പറയുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഈ ട്രോളുകളുടെ ഒരു വരവോട് കൂട്ടാണ് പലപ്പോഴും ഈ ട്രിവാൻഡ്രം ഫുഡിനെയും അല്ലെങ്കിൽ ട്രിവാൻഡ്രത്ത് ഭക്ഷണം വിളമ്പുന്ന ഹോട്ടലുകളുടെയും ഈ നെഗറ്റീവായിട്ട് ട്രോളിക്കൊണ്ട് ഒരുപാട് ട്രോൾസ് വരുമായിരുന്നു. അവിടെ ഫുഡ് നല്ലതല്ല, അല്ലെങ്കിൽ അവിടുത്തെ നല്ല ഫുഡ് സ്പോട്ടുകൾ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ നമുക്കറിയാം ഇൻ റിയാലിറ്റി കേരളത്തിലെ തന്നെ ഏറ്റവും നല്ല ഹോട്ടലുകളൊക്കെ ട്രിവാൻഡ്രത്തുണ്ട്. എന്താ ശരിക്കും അങ്ങനത്തെ ഒരു നെഗറ്റീവ് ഇമ്പാക്ട് വരാൻ കാരണം എന്ന് ആലോചിച്ചിട്ടുണ്ടോ? അതിൻ്റെ പ്രധാന പ്രശ്നം ഞങ്ങളുടെ ബിരിയാണിയാണ്. ഞങ്ങളുടെ ബിരിയാണി ഞങ്ങൾക്ക് മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ. എനിക്ക് എൻ്റെ തിരുവനന്തപുരം ബിരിയാണിയാണ് ഇഷ്ടം. എന്തായാലും ആരെങ്കിലും എന്തായാലും എന്നെ അയ്യോ മുരിങ്ങാക്കോലൊന്നും ഇല്ലടോ. അതൊക്കെ ആരായി പറയുന്നത്? മുരിങ്ങാക്കോലും പരിപാടിയൊന്നുമില്ല. ഇല്ല, ഞങ്ങൾ പൈനാപ്പിൾ ഇടും. ശരിയാണ്, ഞങ്ങൾക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഞങ്ങളത് എന്താ പറയുക, എല്ലാവരും പറയുന്നത് പോലെ ചിക്കൻ കറി എടുത്ത് ചോറിൽ പൊതിഞ്ഞാൽ ബിരിയാണി ആവത്തില്ല എന്നാണ് ഞങ്ങളുടെ ബിരിയാണിയെ പറ്റി എല്ലാവരും പറയാറുള്ളത്. സോ ബേസിക്കലി ഞങ്ങൾ അങ്ങനെ തന്നെയാണ്. വലിയ അരിയാണ് ഉപയോഗിക്കുന്നത്. ഈ പറഞ്ഞ പോലെ പൊന്നി അരിയല്ല. നമ്മൾ ദം ചെയ്യാറില്ല. ഞങ്ങൾ ഈ പറഞ്ഞ പോലെ ഒരു പ്രത്യേക ഒരു എന്താ പറയുക, ഒരു റെസിപ്പിയിലുള്ള ഒരു ചിക്കൻ കറീനെ അടിയിൽ വെച്ചിട്ട് അതിൻ്റെ പുറത്ത് ചോറ് വെച്ചിട്ട് അതിലൊരു മുട്ട വെച്ച് മുകളിലൊരു പൈനാപ്പിൾ വെച്ചാലാണ് ഞങ്ങളുടെ തിരുവനന്തപുരം ബിരിയാണി ആകുന്നത്. എനിക്കിന്നും അത് തന്നെയാണ് ഇഷ്ടം. ചിന്നുവാണെങ്കിൽ നേരെ ഓപ്പോസിറ്റ്. കാരണം മലബാറിൽ നിന്ന് വരുന്ന ആളാണ്. ദം ബിരിയാണി മാത്രമേ കഴിക്കത്തുള്ളൂ. പൊന്നിയരി, ചെറിയ അരിയിലുള്ള ജീരകശാല അരിയിലുള്ള ദം ചെയ്ത ബിരിയാണി മാത്രമേ. എനിക്കാണെങ്കിൽ വർക്കാകത്തില്ല. ഞാനിപ്പോഴും ഞങ്ങളുടെ അവിടെ സംസമൊക്കെ ഉണ്ട്. സംസം അല്ല, ആസാദാണ് കറക്റ്റായിട്ട്. സംസം വീണ്ടും കാസർഗോഡുകാരുടെയാണ് സംസം എന്ന് പറയുന്നത്. അപ്പോൾ ട്രിവാൻഡ്രത്ത് ഈ പറഞ്ഞ പോലെ ആസാദ് ഉണ്ട്. എൻ്റെ ലാസ്റ്റ് ഇനി വരാൻ പോകുന്നൊരു റീൽ അതിനെപ്പറ്റി പറയുന്നുണ്ട്. അപ്പോൾ അത് അവിടെ ഈ പ്രോപ്പർ ഞാൻ ഈ പറഞ്ഞ ബിരിയാണിയാണ്. വലിയ അരിയിൽ അടിയിൽ കുറച്ച് മസാല ഇട്ടിട്ട് ഒരു മുട്ടയും പിന്നെ ഒരു പൈനാപ്പിൾ നമുക്ക് മസ്റ്റാണ്. ഞങ്ങളിത് കഴിച്ച് കഴിഞ്ഞാൽ നേരെ ഒരു പൈനാപ്പിൾ എടുത്ത് കഴിച്ച് കഴിഞ്ഞാലേ നമുക്കൊരു സമാധാനമുള്ളൂ. ഞാനെന്നും അത് ഇഷ്ടപ്പെടുന്ന ആളാണ്. കാരണം കുഞ്ഞിലെ മുതൽ ശീലിച്ച് വന്നുകൊണ്ടാകാം. എന്ന് പറഞ്ഞാൽ ദം ബിരിയാണി മോശമാണ്, എനിക്ക് ഇഷ്ടമല്ല എന്നല്ല, പക്ഷെ ഞാനിപ്പോഴും അതിനെയാണ്. അപ്പോൾ ഈ ബിരിയാണി കാരണമാണെന്നാണ് തോന്നുന്നത് എനിക്ക്. തിരുവനന്തപുരത്തുകാർക്ക് ഈ പറഞ്ഞ പോലെ വിനീതേട്ടനും ഇടയ്ക്ക് പറഞ്ഞല്ലോ, ആരാടാ ബിരിയാണിയിൽ പൈനാപ്പിൾ ഇടുന്ന കുറേ എണ്ണം, അത് ഞങ്ങൾ തന്നെയാണ്. ഞങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ ട്രിവാൻഡ്രത്ത് ഇഷ്ടം പോലെ നല്ല സ്പോട്ടുകളുണ്ട്. വിഷ്ണു, വിഴിഞ്ഞത്തൊട്ടൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല ഫിഷ് ഫ്രൈ, പിന്നെ വിഴിഞ്ഞം ചിക്കൻ ഫ്രൈ തന്നെ ഉണ്ട്, കേട്ടിട്ടില്ലേ? ഏറ്റവും എരിവുള്ള. പിന്നെ ഞങ്ങൾക്ക് കട്ടച്ചൽ കുഴി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ നല്ല ചിക്കൻ പരട്ട് കിട്ടും. അവണ കുഴി എന്ന് പറഞ്ഞിട്ട് ഞാൻ എഴുതി തരാം, കേരളത്തിൽ ഞാൻ ഏറ്റവും നല്ലതെന്നല്ല പറയുന്നത്, വൺ ഓഫ് ദ ബെസ്റ്റ് ചിക്കൻ പരട്ടും ലിവർ പരട്ടും ഒക്കെ കിട്ടുന്ന സ്ഥലമാണ്. അവിടെ ഈ വിറകടുപ്പിൽ സ്ലോ കുക്ക് ചെയ്ത ഒരു ബീഫിന്റെ ഗുഡ് മോർണിംഗ് ഹോട്ടൽ, അതൊക്കെ ഞങ്ങൾക്കുണ്ട്. പിന്നെ ഞങ്ങളുടെ ദേവി റെസ്റ്റോറൻറ്റ് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ്. നല്ല ചൂര ഫ്രൈ കിട്ടും. വിഷ്ണു ഒരിക്കൽ കഴിച്ചു നോക്കിയിട്ട്, ഈ കഴിച്ചവരെന്തായാലും ഇത് കാണുന്നുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും. നല്ല ഗംഭീര ചൂര ഫ്രൈ കിട്ടും. എനിക്ക് റസൂൽ പൂക്കുട്ടി സാറൊക്കെ വന്ന് കഴിച്ചിട്ട് പോയിട്ടുള്ള സ്ഥലമാണ്. അങ്ങനെ ഞങ്ങൾക്ക് മദേഴ്സ് വെജ് പ്ലാസ ഉണ്ട്. 365 ദിവസവും നല്ല ഉഗ്രൻ തിരുവനന്തപുരം സദ്യ കിട്ടുന്ന മദേഴ്സ് വെജ് പ്ലാസ ഉണ്ട്. അങ്ങനെ ഞങ്ങൾക്ക് നല്ല സ്ഥലങ്ങളുണ്ട്. ഞങ്ങളുടെ ബിരിയാണിയുടെ പേരിൽ ഞങ്ങളെ അധിക്ഷേപിക്കരുതേ. അതെ എന്നാണ് എൻ്റെ ഒരു അപേക്ഷ. ഞങ്ങളുടെ ബിരിയാണി അങ്ങ് മാറ്റി വെച്ചേക്കും. ഞങ്ങളുടെ ബിരിയാണി കഴിക്കണ്ട. നിങ്ങൾക്ക് ഇപ്പോൾ തിരുവനന്തപുരം പറഞ്ഞെങ്കിൽ പാരഗൺ ഉണ്ട്, അജുവ ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ അവിടെ പോയി നിങ്ങൾ ദം ബിരിയാണി കഴിച്ചിട്ട് ബാക്കി ഞങ്ങളുടെ സാധനങ്ങളൊന്ന് കഴിച്ചു നോക്കിയിട്ട് ഈ പറഞ്ഞ പോലെ നമ്മളെ അധിക്ഷേപിക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. അത് കാരണമാണ്, ഉറപ്പാണ്, നമ്മുടെ ബിരിയാണി കാരണമാണ് ഈ പ്രശ്നങ്ങളൊക്കെ.